ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ക്ഷേത്ര പടിഞ്ഞാറെ ഗോപുരനടയിൽ നിന്നും പ്രതിഷേധ പ്രകടനമായാണ് ഭക്തജന സംഘടനകൾ നാമജപത്തോടെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിയത്. പ്രതിഷേധക്കാരെ പോലീസ് ക്ഷേത്രം റോഡിൽ വടം കെട്ടി തടഞ്ഞു. ക്ഷേത്ര മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അയ്യപ്പ മണ്ഡപത്തിന്റെയും പിൽഗ്രിം സെന്ററിന്റെയും വിരിപ്പന്തലിന്റെയും അനധികൃത നിർമ്മാണം നിർത്തിവെക്കണമെന്നും മൈതാനം തിരുവുത്സവത്തിനു മുമ്പേ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് ഭക്തസംഘടനകളുടെ ആവശ്യം. 2015 മാർച്ച് 27 ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ വിധിന്യായത്തിൽ യാതൊരുവിധ നിർമ്മിതികളും പാടില്ലെന്ന ഉത്തരവുണ്ടെന്ന് സമരക്കാർ പറയുന്നു. പ്രതിഷേധ യോഗം വിശ്വ ഹിന്ദു പരിഷത്ത് കേരള തമിഴ്നാട് ധർമ്മരക്ഷാ പ്രമുഖ് പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഹൈന്ദവ സംഘടനകൾ ദേവഹിതത്തിന് എതിരായ ഈ നിർമ്മാണ പ്രവർത്തനത്തെ ശക്തമായി എതിർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ മൈതാനം ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിപുലീകരിക്കുകയാണ് വേണ്ടത്. അതിന് പകരം ആ ക്ഷേത്ര മൈതാനത്തെ കൂടുതൽ വെട്ടിമുറിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ നീക്കം അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ഇവിടെ ഇന്ന് തിരുനക്കര അമ്പലത്തിലേക്കാൾ കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ വരുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് ഏറ്റുമാനൂർ ക്ഷേത്ര സങ്കേതം. ഞാൻ എല്ലാ മാസവും 1-ാം തീയതി ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. അപ്പൊ ഞാൻ വരുമ്പോൾ പോലും ഇവിടെ വാഹനം പോലും ഒന്ന് ശരിക്കും പാർക്ക് ചെയ്യാനുള്ള ഒരു അവസരവും ഒരു സാഹചര്യവും നമ്മുടെ ഈ ക്ഷേത്ര മൈതാനത്തിൽ ഇപ്പോൾ തന്നെ ഇല്ല. ഏതാണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് 2015 ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മുടെ ഈ ക്ഷേത്രത്തിന് മുമ്പിലുള്ള ഈ മണ്ഡപത്തിന് മുന്നിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന് 2015 ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിധിയെ പോലും മറികടന്നുകൊണ്ടാണ് ഈ ക്ഷേത്രത്തില് ഈ ക്ഷേത്ര മൈതാനത്ത് അതിന്റെ വലിപ്പത്തെ വീണ്ടും ലഘൂകരിക്കുന്ന തക്ക വിധത്തിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ മുന്നോട്ട് വരുന്നത്. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളായ ഡോക്ടർ ശ്രീജിത്ത്, KP സഹദേവൻ, C മോഹനേന്ദ്രൻ, അനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ KR, രാമസ്വാമി, സോമൻ നാരായണൻ, മുനിസിപ്പൽ കൗൺസിലർമാരായ താര സുരേഷ്, വേണുഗോപാലൻ നായർ, ഉഷ സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു.